ഹായ് ഹലോ ഫ്രണ്ട്സ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് പ്രണയവും അതുപോലെ തന്നെ ചതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വീഡിയോ ആണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക. ഇന്നലെ നമ്മൾ പത്രത്തിലൊക്കെ വായിച്ചൊരു ന്യൂസായിരുന്നു പത്തനംതിട്ട ജില്ലയിലുണ്ടായ 15 വയസ്സുകാരിയുടെ അനുഭവം. എല്ലാവരും പത്രമാധ്യമങ്ങളിൽ ആ ന്യൂസ് വായിച്ചിട്ടുണ്ടാകും എന്ന് കരുതുന്നു. സംഭവം വേറെയൊന്നുമല്ല, ഒരു 15 വയസ്സുകാരി പെൺകുട്ടി. ആ പെൺകുട്ടി ട്യൂഷൻ കഴിഞ്ഞിട്ട് പോകുന്ന ബസ്സിലെ സ്ഥിരം യാത്രക്കാരനായിട്ടുള്ള യുവാവുമായിട്ട് അടുപ്പത്തിലാകുന്നു. സ്നാപ്ചാറ്റ് വഴിയും അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാം വഴിയുമൊക്കെ ഇവരുടെ പ്രണയം മുമ്പോട്ട് പോയപ്പോൾ വീട്ടുകാരറിയുകയും വീട്ടുകാർ അതിനെ വിളിച്ച് ശക്തമായ രീതിയിൽ താക്കീത് ചെയ്യുകയും ചെയ്തു. താക്കീതിന് ശേഷം അവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് നിർത്തി എന്നായിരുന്നു വീട്ടുകാർ കരുതിയിരുന്നത്. പക്ഷേ ഇവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് മുന്നോട്ട് പോയിക്കൊണ്ടേയിരുന്നു. ഒരു ദിവസം വീട്ടിൽ ആളില്ലാത്ത നേരത്ത് ആ പയ്യൻ ആ പെൺകുട്ടിനെ വീട്ടിലേക്ക് കൊണ്ടുപോകുകയും ഭീഷണിപ്പെടുത്തി ആ പെൺകുട്ടിയുടെ കുറേ നേക്കഡ് ഫോട്ടോസ് എടുക്കുകയും ചെയ്തു. പിന്നീട് സ്ഥിരമായിട്ട് ആ ഫോട്ടോസ് കാട്ടി ആ പെൺകുട്ടിയെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടേയിരുന്നു. സ്കൂളിലൊക്കെ നല്ല ആക്റ്റീവായിട്ടുന്ന പെൺകുട്ടിയായിരുന്നു ആ കുട്ടി. അങ്ങനെയിരിക്കെ അധ്യാപകർക്ക് ചെറിയ രീതിയിൽ സംശയം തോന്നുകയും അവർ ആ പെൺകുട്ടിക്ക് ഒരു കൗൺസിലിംഗ് കൊടുക്കുകയും കൗൺസിലിംഗ് കൊടുത്തതിൻ്റെ ഭാഗമായിട്ട് ആ പെൺകുട്ടി കാര്യങ്ങളെല്ലാം തുറന്നു പറയുകയും ചെയ്തു. അങ്ങനെ മാതാപിതാക്കളെ സ്കൂൾ അധികൃതർ വിളിച്ചറിയിക്കുകയും അതിൻ്റെ ഫലമായിട്ട് മാതാപിതാക്കൾ എത്തി പോലീസിൽ കംപ്ലൈൻറ്റ് കൊടുക്കുകയും ചെയ്തു. അങ്ങനെ ആ യുവാവിനെ അറസ്റ്റ് ചെയ്തു. ശരിക്കും പറഞ്ഞാൽ ആ പെൺകുട്ടി വീണുപോയത് അവൻ്റെ പ്രണയത്തിൽ തന്നെയാണ്. ഒരുപക്ഷെ ആ പ്രണയം സക്സസ് ആയിരിക്കുമെന്ന് അവൾ വിചാരിച്ചിട്ടുണ്ടാവും. ഇപ്പോഴത്തെ തലമുറ കൂടുതലും ഫിസിക്കൽ റിലേഷനാണ് പ്രണയം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് തോന്നുന്നു. കാരണം ബസ്സിലും അതുപോലെ തന്നെ ട്രെയിനിലും ഒക്കെ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ കാണുന്നതാണ് പരിസരബോധം പോലും മറന്നിട്ടുള്ള യുവതി യുവാക്കളുടെ പ്രണയസല്ലാപം. ഇനി ചിലപ്പോൾ തോന്നിയേക്കാം സിനിമയിലെ സീനുകൾ റീക്രിയേറ്റ് ചെയ്യുകയാണോ ജീവിതത്തിലെന്നും. 2.5 മണിക്കൂറിൽ കാണുന്ന ഒരു സിനിമയല്ല ജീവിതമെന്ന് ഇനിയത്തെ തലമുറ എന്ന് പഠിക്കുമെന്നോ എന്തോ. എന്തായാലും ജീവിതം എന്താണെന്ന് മനസ്സിലാക്കുമ്പോഴേക്കും അവർക്ക് ഈ കാട്ടിക്കൂട്ടിയ കോപ്രായങ്ങളൊക്കെ ഒന്നുമല്ലായിരുന്നുവെന്ന് അവർക്ക് തന്നെ തോന്നുന്ന ഒരു കാലം വരും. എന്നാൽ പ്രണയത്തെ ആത്മാർത്ഥമായി കാണുന്ന ഒരു കൂട്ടം ആളുകളും ഈ കാലഘട്ടത്തിൽ ഉണ്ടെന്ന് പറയാതിരിക്കാൻ കഴിയില്ല. അവർക്കെല്ലാവർക്കും ഒരുമിച്ചൊരു ജീവിതം മുന്നോട്ട് നയിക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒപ്പം ചതിക്കുഴികളിൽ ചെന്ന് ചാടാതിരിക്കാൻ പെൺകുട്ടികൾ പ്രത്യേകം ശ്രദ്ധിക്കുക. സോ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. താങ്ക്